നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. പിണറായി ഭരണത്തിനെതിരെ ചാട്ടവാർ വീശി രാജീവ് ചന്ദ്രശേഖർ. കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായവർ ഇന്നലെ കണ്ണീരോടെയാണ് സെക്രട്ടേറിയറ്റ് നടവിട്ടിറങ്ങിയത്. അവരുടെ വർഷങ്ങളുടെ കഷ്ടപ്പാടും പ്രതീക്ഷയുമാണ് ഒറ്റ നിമിഷം കൊണ്ട് പിണറായി സർക്കാർ ഇല്ലാതാക്കിയത്. ഞാൻ ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ചതിനാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ച് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. നീറുന്ന ഓർമ്മകളുമായി അവർ സമരം അവസാനിപ്പിച്ചപ്പോൾ അവരുടെ അവസ്ഥയിൽ നീറിയത് രാജീവ് ചന്ദ്രശേഖർ കൂടിയായിരുന്നു. ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം. പഠിച്ച് പരീക്ഷ എഴുതി ജോലിക്ക് യോഗ്യത നേടിയിട്ടും സർക്കാരിന്റെ ഔദാര്യത്തിനായി സമരം ചെയ്യേണ്ട ദുരവസ്ഥ കേരളത്തിലെ യുവാക്കൾക്ക് മാത്രമേ ഉണ്ടാകൂ. സമരം ചെയ്യുന്നവരെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. പ്രതിഷേധങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യം CPO ഉദ്യോഗാർത്ഥികളുടെയും ആശാ വർക്കർമാരുടെയും മുനമ്പം ജനതയുടെയും അടക്കം എണ്ണിയാൽ ഒടുങ്ങാത്ത ആയിരക്കണക്കിന് പേരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട LDF സർക്കാരിന്റെ ദുർഭരണം. കേരളത്തിന് നഷ്ടപ്പെട്ടത് ഒരു ദശകം. ഈ ചെറിയ പോസ്റ്റിലൂടെ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തെയാണ് അദ്ദേഹം തുറന്നു കാട്ടുന്നത്. ധാർഷ്ട്യം പിണറായി സർക്കാരിന്റെ മുഖമുദ്രയാണ്. CPO റാങ്ക് ലിസ്റ്റിലുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ CPM നേതാവിനെ കണ്ടപ്പോൾ അവർ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ? നിങ്ങൾ തീ കൊളുത്തി മരിച്ചാലും തൂങ്ങി മരിച്ചാലും പാർട്ടിക്ക് പ്രശ്നമില്ലത്രേ. ഇത് അഹങ്കാരമല്ലാതെ മറ്റെന്താണ്? മീൻ വിൽക്കാൻ പോയിക്കൂടെ എന്ന് മറ്റൊരു CPM നേതാവിന്റെ ചോദ്യം. മീൻ വിൽക്കാനാണെങ്കിൽ അവർ കഷ്ടപ്പെട്ട് പഠിച്ചതെന്തിന്? ആശാ വർക്കർമാര് ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ സമരം കിടക്കുകയാണ്. കണ്ടുകൂടാത്ത സർക്കാരായി മാറിയിരിക്കുകയാണ് പിണറായി സർക്കാർ. മുനമ്പം വിഷയത്തിലെ ഇരട്ടത്താപ്പ് നമുക്കറിയാവുന്നതാണ്. കേരളത്തിന് നഷ്ടപ്പെട്ടത് ഒരു ദശകം എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ എത്ര സത്യമാണ് എന്നുള്ളതാണ് നമുക്ക് പിണറായി സർക്കാർ ഭരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.